സാർ സ്വാഗതം. ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന ഈ പരമ്പരയിലേക്ക്. ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞു, ഇമ്മാനുവൽ എന്നതാണ് സുകുമാരിയമ്മയുടെ അഭിനയിച്ച മലയാളത്തിലെ അവസാന ചിത്രം. അതുവരെയും സുകുമാരിയമ്മ ഉള്ളിടത്തോളം കാലം വരെയുമുള്ള എല്ലാ ചിത്രങ്ങളിലും, ലാൽജു സാറിന്റെ ചിത്രങ്ങളിൽ സുകുമാരിയമ്മ അഭിനയിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് സഹസംവിധായകനായിരുന്ന കാലം തൊട്ട് തന്നെ സാറിനൊരു ആത്മബന്ധവും അടുപ്പവും ഒക്കെ ഉണ്ടല്ലോ. ആദ്യ ചിത്രത്തിൽ വിളിച്ചപ്പോൾ അനുഭവം? ആദ്യ സിനിമ മറവത്തൂർ കനവ് പ്ലാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ലളിത ചേച്ചിയുടെ കൂടെയാണ്. കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ലളിത ചേച്ചിയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. സുകുമാരിയമ്മയുണ്ട്, സാറിന്റെ പടങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശ്രീനേട്ടനാണ് ആക്ച്വലി സുകുമാരിയമ്മേനെ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് സുകുമാരി ചേച്ചിയാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുകുമാരി ചേച്ചി വരുന്നത്. ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ, ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം സുകുമാരിയമ്മയ്ക്ക് ശരിക്കും വർക്കില്ല. പക്ഷെ പുള്ളിക്കാർ അടുത്തവിടെ വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വന്നു. അപ്പം പൂജ തുടങ്ങാൻ പോവാണ്. അപ്പോൾ തേങ്ങയുടെ മീത കർപ്പൂരമൊക്കെ വെത്തിച്ച് ഇതാര് പൂജിക്കും എന്ന് നോക്കിയപ്പോൾ സുകുമാരിയമ്മ വേഗം വന്നിട്ട് ആ തേങ്ങ മേടിച്ച് പുള്ളിക്കാരി തന്നെ അത് കത്തിച്ച് ഒഴിഞ്ഞു. അങ്ങനെ ആ സിനിമ കഴിഞ്ഞു. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആഘോഷം പോലെ, ചെറിയൊരു ആഘോഷം പോലെ ഉണ്ടായത് സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലാണ്. സിയാദ് കോക്കർ സാറിൻ്റെ തന്നെ അടുത്ത സിനിമയാണത്. അപ്പോൾ അതിൻ്റെ സെറ്റിലേക്ക് എന്നെയും ബിജു മേനോനെയൊക്കെ വിളിപ്പിച്ചു. എന്നിട്ട് അവിടെ ഒരു ചെറിയ പാർട്ടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈഫും മോളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് സുകുമാരി ചേച്ചി അവളെ വിളിച്ച് കുറേ ഉപദേശിച്ചു. കാരണം ഈ സിനിമ ഓടി ഇനി ഇവന് തിരക്കാവും, അപ്പോൾ ഒരു സംവിധായകന്റെ ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ ഒരു ചെറിയ ഭാര്യയാണ് ആദ്യം. പക്ഷെ അടുത്ത സിനിമ തുടങ്ങുന്ന സമയത്ത് അതിലും സുകുമാരി ചേച്ചിക്ക് ഒരു റോള് വന്നു, ബിജുവിന്റെ അമ്മയായിട്ട്. ചെറിയ ചന്ദന ഒതുക്കന്തിക്കില്ല, അത് അതിലും ചെറിയ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, കഴിഞ്ഞ സിനിമ ചേച്ചിയാണ് വിളക്ക് എത്തിച്ചതും തേങ്ങ പൂജയൊക്കെ നടത്തിയത്. അതിൻ്റെ ഒരു ഐശ്വര്യ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ഇപ്പോൾ ചേച്ചിക്ക് ആ ദിവസം വർക്കില്ല, മൈസൂരാണ് ഷൂട്ടിങ് നടക്കണം. അതിനെന്താ പറഞ്ഞാൽ ഞാൻ വരും, ഞാൻ വന്നിട്ട് കത്തിക്കുന്നു. ഭയങ്കര തിരക്കിൽ ഓടി നടക്കുന്ന ആള് ആ സിനിമയ്ക്ക് വിളക്കുകൾ കൊളുത്താൻ വേണ്ടിയിട്ട് വന്നു. അവിടെ വന്നിട്ട് അതിന്റെ വിളക്ക് കൊളുത്തിയിട്ട് പോയി. അത് തൊട്ടിട്ടാണ് തോന്നുന്നത് ഞാൻ പിന്നെ അതൊരു നല്ല മനസ്സുള്ള ആളുടെ ഒരു ധൈര്യമായിട്ട് വേണം കണക്കാക്കാൻ. നമ്മളിപ്പോ ചില സന്ദർഭങ്ങളിൽ, ഇവിടെ ഈ ഷൂട്ടിങ്ങിന് പോലും നമ്മളൊരു പൂജയ്ക്ക് വിളക്ക് കത്തിക്കുമെന്ന് ചോദിച്ചാൽ ചിലര് ഒഴിഞ്ഞു മാറും. കാരണം സിനിമയാണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണ്, ഇതിനുണ്ടാകുന്ന ഏത് കുഴപ്പവും എന്റെ തലയിലാകുമോ എന്ന് പറഞ്ഞിട്ട് അല്ലെ അവനവന്റെ സുരക്ഷ നോക്കി മാറുമ്പം ഒരാള് ഞാൻ വരാം, ഞാൻ കത്തിക്കാമെന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായ ഒരു വിശ്വാസം. അത് നന്നാവും അല്ലെങ്കിൽ അയാൾ നന്നാകണം എന്നുള്ളത് ഉണ്ടാകുന്ന ഒരാളുടെ ഒരു ആക്ട് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? ആ ഒരു ബന്ധം പിന്നീട് മരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. കാരണം അത് ആ സമയത്ത് നമുക്ക് തരുന്ന ഒരു ധൈര്യം ഭയങ്കര ധൈര്യമാണ്. രണ്ടാമത്തെ സിനിമയാണ്, ഇതെന്താവെന്ന് അറിയില്ല. കഴിഞ്ഞ സിനിമയിലും മമ്മൂക്കയും ശ്രീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഇത് മറ്റേ ഓർക്കപ്പുറത്ത് മുയൽ ചത്തതാണ് എന്നുള്ളൊരു ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന ഒരു സിനിമയിൽ സുകുമാരി ചേച്ചിയെ പോലെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വന്നിട്ട് ഞാൻ വന്ന് വിളക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അത് തന്നൊരു ആത്മവിശ്വാസം ഭയങ്കരമായിരുന്നു. സാർ, നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം. അതിനുശേഷം എല്ലാ സിനിമകളിലും, ലാൽജു സാറിന്റെ സിനിമകളിൽ സുകുമാരിയമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മൾ ചാന്തുവട്ടിലേക്ക് എത്തുമ്പോൾ അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആഴക്കടലിന്റെ എന്ന് പറയുന്ന ഒരു പാട്ട് സീൻ സുകുമാരിയമ്മ ഒരു താരാട്ടായിട്ട് പാടുന്നതായിട്ടാണ് ആ സിനിമയിലും ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ഹീറോയുടെ മുത്തശ്ശിയായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ കഥാപാത്രമായി മാറുന്നതിന് ഏത് വേഷവും ചേരുന്ന ഒരാളായിട്ട് പലപ്പോഴും നമുക്ക് സുകുമാരിയമ്മയെ തോന്നിയിട്ടുണ്ട് അല്ലേ? ഭയങ്കര വേഴ്സറ്റൈലായിരുന്നു, ഭയങ്കര എനർജി ഉണ്ടായിരുന്നു അവർക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്യാരക്ടേഴ്സ് അവർക്ക് രൂപത്തിലൊന്നും വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഭയങ്കര രൂപവ്യത്യാസമൊക്കെ വരുത്തിയിട്ട് വ്യത്യസ്ത കഥാപാത്രം അങ്ങനെയൊന്നുമില്ല. അവരൊരു കുറി തൊട്ടാൽ ഒരു ഹിന്ദു വീട്ടമ്മയാണ്. പട്ടാളത്തിലെ ഒക്കെ അമ്മ വരുന്നത് തനി അമ്മയാരാണ് അവിടെ നിന്ന് വരുന്നത്. എങ്ങനെ വേണമെങ്കിലും മാറാൻ കഴിയുന്ന ഒരു ഗ്രേസ് അവർക്കുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ദുഷ്ടകഥാപാത്രമാണെങ്കിലും എന്ത് വൾഗറായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും ഒന്നും ചെയ്യാനൊരു മടിയില്ല. അത് അവരുടെ ഒരു പ്രൊഫഷനെ അത്രയും സിൻസിയറായിട്ട് ആരാധിച്ചിരുന്ന ഒരാളാണ്. ഇത്രയും ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സെറ്റുകൾ
അവർക്കൊരു വീട് പോലെയാണ്. ആ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ മക്കളാണെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്ന ഒരാളാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത് വെറുതെ മസ്കടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യണം. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും, നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയിൽ രാവിലെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവും, ഈ സിനിമയുടെ പേരിൽ വഴിപാട് നടത്തും, അതിൻ്റെ ഡയറക്ടറുടെ പേരിൽ പൂജയ്ക്ക് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ പ്രസാദമായിട്ട് അന്ന് അവർക്ക് വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൊക്കേഷനിൽ വരെ എല്ലാവർക്കും ആ പ്രസാദം കൊടുക്കും. അത് അവർക്ക് ആ സിനിമയോടുണ്ടായിരുന്ന ശരിക്കുള്ള സ്നേഹം കൊണ്ടാണല്ലോ. അത് ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു പടം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് സിനിമയോട് അത്രയും സ്നേഹമാണ്. നമ്മൾ ചില അമ്മമാരോട് ഏത് മക്കളെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ വലിയ പാടാ. അവർക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നതല്ലേ. സുകുമാരി അമ്മയൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ലൊക്കേഷനിൽ അങ്ങനെ ഒരു ഈ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചിരുന്ന. തീർച്ചയായിട്ടും അത് ഞാൻ അവര് ജനുവിനാണെന്ന് തിരിച്ചറിയുന്നത് അതിനു മുമ്പ് ഞാൻ സിനിമയിലേക്ക് ജനിച്ചു വീണ ആളാണ് സുകുമാരി അമ്മ. അപ്പം കുറെ കാലം കൊണ്ട് സിനിമയുടെ നമ്മൾ പറയാറുള്ള ചില കാര്യങ്ങളൊക്കെ അടക്കമുള്ള ആളായിരിക്കും. അപ്പൊ ഇതിലൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതും ഞാൻ തിരിച്ചറിയുന്നത് ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് മുൻപ് ചേച്ചിക്കൊരു അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഏതോ ഒരു സിനിമ, അച്ഛനുറങ്ങാത്ത വീടാണ് തോന്നുന്നത്, അങ്ങനെ ഏതോ ഒരു സിനിമയിൽ ചേച്ചി ഇല്ല. ചേച്ചി സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് വിളിച്ചാൽ വരുന്ന എനിക്കറിയാം. അപ്പോൾ ആ സമയത്ത് യാത്ര ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഞാൻ വിളിച്ചില്ല അതിന്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്മേറ്റ്സിലേക്ക് ആ ക്യാരക്ടറിന് സുഖുവിൻ്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു. അവർ വന്നു. അപ്പോൾ ചേച്ചി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറൊരു വീട്ടിലാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. ഞാൻ എവിടെ ഷൂട്ട് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചീനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ട ഉടനെ ഒറ്റ കരച്ചിലാണ്. ഏങ്ങി കരയാണ്. അപ്പം എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല, എന്തിനാണ് കരയണതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ സുഖമില്ലാണ്ട് കിടന്നപ്പോൾ, ഞാൻ സർജറി ചെയ്ത് കിടന്നപ്പോൾ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരേ ഒരാൾ നീയായിരുന്നു. നീ വന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത നീ സിനിമ തുടങ്ങിയപ്പോൾ എനിക്ക് റോളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എന്നോട് പറയണ്ടേ നീ സിനിമ തുടങ്ങണമെന്നുള്ളത്. ഞാനും കരഞ്ഞു, ചേച്ചിയും കരഞ്ഞു. ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് സുഖമില്ല, ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്, ഭയങ്കര ഇമോഷണൽ ആവും നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ, അതൊക്കെ പ്രശ്നമുണ്ടാന്ന് വിചാരിച്ചിട്ട് വരാതിരുന്നതാണ്. ആ സിനിമയിൽ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ്, ചേച്ചീനെ സ്ട്രെയിൻ ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ വിളിച്ചില്ലേ? അല്ലല്ല, ഞാനത് കരയുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്നെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ്. സോറി മാ. അതെ, ഇത് ഒരു 1000-1500 പടം ആ സമയത്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതെ, ആലോചിക്കണം. അല്ല, അതിൽ നിന്ന് ഒരാളായിട്ട് നമ്മളെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അവര് എന്നും എനിക്കൊരു മദർ ഫിഗർ തന്നെയായിരുന്നു. അല്ല, നമ്മള് സുകുമാരി അമ്മ എന്ന് വിളിക്കുന്ന പോലെ തന്നെ സുകുമാരി അമ്മ എല്ലാരെയും എന്ന് പറഞ്ഞിട്ട് ആൺ പെൺ ഭേദമില്ലാതെ. അതെ, എന്താ മൂഡ് ഓഫ് എന്തമ്മ അങ്ങനെ വിളിച്ച് പോകുന്നവരാണ്. മാത്രമല്ല, സുകുമാരി ചേച്ചി സെറ്റിൽ വന്നു കഴിഞ്ഞാല് ആ പ്രൊഡക്ഷനിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് അവന് ഭക്ഷണം അത് കൊടുക്കരുത് കേട്ടോ, ഇത് കൊടുക്കരുത്, അതധികം കൊടുക്കണം, അത് കൂടുതലും മിഠായി തന്നെ ഉണ്ട്, ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോവുക. അത് കഴിഞ്ഞ് ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരു ചെറിയ ക്യാരക്ടറുള്ളൂ, അതിൽ ചേച്ചിക്ക് റോളില്ല. അപ്പൊ അതിലൊരു ചെറിയ ലണ്ടൻ ബെഡായി പറയുന്ന ഒരു മുത്തശ്ശിയുടെ ഒരു ക്യാരക്ടർ. അപ്പൊ അത് സുകുമാരി ചേച്ചി എന്നുള്ളത്, അത് മുടിയൊക്കെ മുറിച്ച് ബോബ് ചെയ്തിട്ട്. അതിലും ഞാൻ ഇവിടെ ദുബായിൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു തവണ പോയിട്ടുണ്ട്. ഞാൻ ഒരു പീസ് ചിക്കൻ ഇത്രേ കഴിക്കുള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാണെങ്കിലും ഏതോ ഒരു പ്രതാപത്തിന്റെ ബാക്കി ആ ഇങ്ങനെ തലച്ചോറിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് രസമായിരുന്നു. അയ്യോ, അത് 2-3 സീനേ ഉള്ളൂ, പക്ഷെ ഗംഭീര ക്യാരക്ടർ. കാരണം എനിക്കത് നന്നായിട്ട് അറിയാം. ഞാനൊരു ഒറ്റപ്പാലത്തുകാരനാണ്. ഞാൻ ഒറ്റപ്പാലത്ത് അങ്ങനെ ഈ ബർമേന്നൊക്കെ വന്നിട്ടുള്ള ചില മുത്തശ്ശിമാരെയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് അത് സുകുമാരി ചേച്ചി ഉഗ്രനാക്കുമെന്ന് അറിയാം. പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സുകുമാരി ചേച്ചിയുടെ കാലൊടിഞ്ഞിരിക്കുക.
കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാർക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഡോക്ടർ വിലക്കിയിട്ടുള്ളതാണ്. എനിക്കത് അറിയില്ലായിരുന്നു. പുള്ളിക്കാരി വന്നു, തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീൻ ആദ്യം ഒരു കല്യാണ സീനായിരുന്നു. അപ്പോൾ ഒരു വരനും വധുവും ഇരിക്കുന്ന മണ്ഡപത്തിലേക്ക് ഇവർ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഇവർ സാരി കൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കാലിലുള്ള പ്ലാസ്റ്റർ വെച്ചിട്ട് അത് എന്നെ കാണിക്കാതെ ഈ സ്റ്റേജിലേക്ക് കയറുകയാണ്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു, എന്ത് പണിയാണ് കാണിച്ചത്, എന്താ പറ്റിയ കാലിലെന്ന് ചോദിച്ചു. അപ്പൊ കാലിൽ നല്ല ഫ്രാക്ചർ ഉണ്ട്, യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല ഈ യാത്ര ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അതുവരെ ഒറ്റപ്പാലം വരെ യാത്ര ചെയ്തിട്ട് ഈ കാല് വന്ന് നീരായിട്ട് ഈ ഭയങ്കര പെയിനാണ്. ഈ നടക്കാൻ പറ്റില്ല, ഈ ഇതിനുള്ളിൽ ഇത് വീങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ ഇതില് വെള്ളം കോരി ഒഴിച്ചിരിക്കുക. ഈ പ്ലാസ്റ്ററിൽ നിറയെ വെള്ളം ഒഴിക്കുക. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ ഈ പ്ലാസ്റ്റർ ഒന്ന് ലൂസ് ആവുമല്ലോ. അപ്പൊ കിട്ടുന്നൊരു റിലീഫിലാണ് ഈ സ്റ്റേജിലേക്ക് കയറുന്നത്. ഞാൻ എന്താ പറയണ്ട, അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാതിരുന്നു എന്ന് ഓർത്ത് കരിയറിൽ ഒന്നും പറ്റാത്ത ഒരാളാണ്. 2 സീനേ ഉള്ളൂ, 2 സീനേ ഉള്ളൂ. ഞാനപ്പോ ഞാൻ ചോദിച്ചത് 2 സീനേ ഉള്ളൂ ചേച്ചി, ഒരു കൊച്ചു ക്യാരക്ടർ. ഇന്ന് വന്നിട്ട് നാളെ പോണം, ഇത്രയും ഒരു സ്ട്രെയിൻ എടുക്കേണ്ട. ഇതിപ്പോ ഇപ്പൊ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിന് പഠിച്ചിട്ടല്ല ഞാൻ ആ ഡയലോഗ് ഓർത്ത് പറഞ്ഞത്. അത് ആ ഒരു സീനാണേലും ചില ആളുകൾ ചില കാര്യങ്ങൾ ദുബായ് എന്നാണ് പറയുന്നത്. ദുബായ് ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ സുകുമാരി ചേച്ചിയുടെ ആമുഖം പറഞ്ഞപ്പോൾ പറഞ്ഞു, സിനിമയുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും സുകുമാരി അമ്മയെ അടുത്തറിഞ്ഞവരുണ്ട്, ഓരോ കാലഘട്ടത്തിലും ആ വാത്സല്യം അനുഭവിച്ചവരുണ്ട്.